Welcome to your A Dream of Ice. Instead, electric car can make your investment and wellness. ഇലക്ട്രിക് കാറുകൾ മേടിക്കുന്നതിന് പകരം നമ്മൾ മറ്റ് പെട്രോൾ കാറോ ഡീസൽ കാറുകളോ മേടിച്ച് ആ ഇലക്ട്രിക് കാറിന്റെ പണം എങ്ങനെ നമുക്കൊരു നിക്ഷേപത്തിലൂടെ ഇരട്ടിപ്പിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ. അതോടൊപ്പം ഇലക്ട്രിക് കാറുകളുടെ ദൂഷ്യവശങ്ങൾ, നമുക്കതുകൊണ്ടുണ്ടാകുന്ന മെന്റൽ സ്ട്രെസ്, മറ്റു കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കഥയിൽ നിന്ന് തുടങ്ങാം. ഞാനും വൈഫും ഞങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. രണ്ടുപേരും വെൽ സെറ്റിൽഡ്, വെൽ എഡ്യൂക്കേറ്റഡ്. ഒരു ദിവസം ഞങ്ങളുടെ ഒരു പഴയ കാറ് റീപ്ലേസ് ചെയ്ത് പുതിയ ഒരെണ്ണത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടൊരാഗ്രഹം. അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന അതേ വണ്ടി റീപ്ലേസ് ചെയ്തിട്ട് അതേ കമ്പനിയിൽ കൊടുത്ത് റീപ്ലേസ് ചെയ്ത് അവരുടെ പുതിയ ഒരു മോഡൽ എടുക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പം എൻ്റെ വൈഫിൻ്റെ ആഗ്രഹം വന്നിട്ട് ഇലക്ട്രിക് കാർ മേടിക്കണം. നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങും മറ്റ് പ്രശ്നങ്ങളും പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളും അതൊക്കെ ഇലക്ട്രിക് കാറുകൾ റീപ്ലേസ് ചെയ്യുമ്പോൾ കുറേ നല്ല കാര്യമാണെന്നാണ് എൻ്റെ വൈഫിൻ്റെ ആഗ്രഹം. പക്ഷെ നേരെ തിരിച്ചായിരുന്നു എൻ്റെത്. ഞാൻ പറയും, എന്തിന് നമ്മൾ ഇലക്ട്രിക് കാർ എടുത്ത് റിസ്ക് എടുക്കണം? ഇലക്ട്രിക് കാറുകളെ കുറിച്ച് പഠിക്കാനുള്ള ഹിസ്റ്ററി നമ്മുടെ കയ്യിലില്ല. ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ചാർജിങ് പോയിന്റുകൾ, മറ്റ് കാര്യങ്ങൾ. നമ്മളൊരു സ്ഥലത്ത് നമുക്കൊരു പ്ലാൻ ഇല്ലാതെ നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ സർവീസ് സെൻ്ററുകളുടെ അഭാവം, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഇലക്ട്രിക് കാറുകൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ മാർക്കറ്റിൽ. ഞാൻ പറഞ്ഞു നമുക്കൊരു പെട്രോൾ കാറിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ബെസ്റ്റ് വൈഫെന്ന് വിചാരിച്ചിരുന്ന എൻ്റെ ഭാര്യയുടെ മുഖഭാവങ്ങൾ, അഭിപ്രായങ്ങൾ ഒക്കെ ഞൊടിയിടയിൽ മാറുന്നത് ഞാൻ കണ്ടു. ഈ കാറുകളുടെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഭാര്യ അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിൽ പഠിച്ചു വെച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് ആയ കാര്യങ്ങൾ ഒത്തിരി എന്നോട് സംസാരിച്ചു. എനിക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനായില്ല എൻ്റെ വൈഫിൻ്റെ മുമ്പിൽ. ഓഫീസിലെ ഞങ്ങളുടെ സ്റ്റാഫിന് മുമ്പിൽ റോൾ മോഡലായിരുന്ന ഞങ്ങൾ പല പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒരേപോലെ ഇരുന്ന് സോൾവ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ, പക്ഷേ ഈ കാര്യത്തിൽ ഞങ്ങൾ രണ്ട് ചിന്താഗതിയിലേക്കും രണ്ട് അഭിപ്രായങ്ങളിലേക്കാണ് പോയത്. അത് ഞങ്ങളുടെ ഓഫീസ് ജീവിതത്തിൽ വരെ റിഫ്ലക്റ്റ് ചെയ്തു. ഞങ്ങൾ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഷീസ് ഇൻ HR ഹെഡ്, ഞാൻ ജനറൽ മാനേജർ. അപ്പം നമ്മുടെ ഓഫീസിലെ ദൈനംദിന കാര്യങ്ങളിൽ വരെ അതിൻ്റെ റിഫ്ലക്റ്റുകൾ ഉണ്ടായി, ഞങ്ങളുടെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ. അതിലുപരി ഞങ്ങളുടെ ഫാമിലി ലൈഫിലും ഞങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലും ഈ ഒരു കാറിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പേഴ്സണൽ ടൈമുകൾ, കുട്ടികളോടൊപ്പമുള്ള പേഴ്സണൽ ടൈമുകൾ, ഒരുമിച്ചുള്ള ട്രാവലിങ്ങുകൾ, അങ്ങനെ ഓരോ ദിവസത്തിലും ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ആ ഒരു അഭിപ്രായ വ്യത്യാസം നടന്നത് മുതൽ ഒത്തിരി ചേഞ്ചസ് വരാൻ തുടങ്ങി. അത്രയും നാൾ സന്തോഷകരമായി ജീവിച്ചൊരു വീട്, ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ മുമ്പിലും ഫ്രണ്ട്സിൻ്റെ മുമ്പിലും ഒത്തിരി ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന വീട് അന്ന് മുതലൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം മുതൽ ചെറിയൊരു കലഹത്തിൻ്റെ പേരിൽ സമാധാനം ഇല്ലാത്തതായി മാറുകയായിരുന്നു. എന്തു തന്നെയാണെങ്കിലും നമ്മൾ ആണുങ്ങളാണ് പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് തീരുമാനങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ ഈ കാര്യത്തിലും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മളത് പെട്രോൾ കാർ, ഞാൻ പറയുന്ന മോഡൽ പെട്രോൾ കാർ തന്നെ എടുക്കത്തുള്ളൂ. എന്തായാലും
ഇ വി കാർ എടുക്കാൻ ഞാൻ ഒരുക്കമല്ല, ഞാൻ സമ്മതിക്കത്തുമില്ല. അതായിരുന്നു എൻ്റെ ഒരു ഉറച്ച തീരുമാനം. എന്തുവേണ്ടി? അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി, കുറച്ച് നാളുകൾ സംസാരിക്കാതിരുന്നു. പിണക്കമായി, പരിഭവമായി. ഓഫീസിൽ പോയാലും ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കാനോ ഫേസ് ചെയ്യാനോ മടിയുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുത്തി. ഒരു ഇ വി കാറും പെട്രോൾ കാരും വരുത്തിവെച്ചൊരു വിനയെ. എന്തൊക്കെയിരുന്നാലും എൻ്റെ ഭാര്യ പറഞ്ഞ ഇ വി കാറിൻ്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, അതിൻ്റെ കോസ്റ്റ് കട്ടിങ്, മറ്റ് കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും, ഇതുകൊണ്ട് നമുക്ക് പൈസയിൽ ക്യാഷ് ഒത്തിരി മിസ്സാവുന്നുണ്ടോ, നമുക്ക് ലാഭമുണ്ടോ എന്നുള്ളത് പഠിക്കണമെന്ന് ഞാൻ ഉറച്ചു തീരുമാനിച്ചു. അതിനെക്കുറിച്ച് റിസർച്ച് തന്നെ നടത്താൻ ഞാൻ തീരുമാനിച്ചു. അതേപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ്, പെട്രോൾ കാറുകൾ ശരിയാണ് ഒരു പരിധിവരെ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് കാറുകൾ B6 ഗ്രേഡൊക്കെ ആയ കാറുകൾ ഇറങ്ങി തുടങ്ങിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും പൊല്യൂഷൻ ഒരു പരിധിവരെ എൻ്റെ ഭാര്യ പറഞ്ഞ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഇ വി കാറുകൾ പൊല്യൂട്ടഡ് പൊല്യൂഷൻ കുറവാണ് സൃഷ്ടിക്കുന്നത്. ഭാര്യ പറഞ്ഞ പൊല്യൂഷന് ബദലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മാസം ഒരു മരമെങ്കിലും നടാം. ഒരു പരിധിവരെ പൊല്യൂഷൻ എന്നുള്ള കാര്യത്തിന് ഒരു ബദൽ സംവിധാനം എനിക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ പെട്രോൾ കാറാണ് മേടിക്കുന്നെങ്കിൽ ഒരു മാസം ഒരു മരം നട്ടു കഴിഞ്ഞാൽ, എനിക്ക് അത്യാവശ്യം ചെറിയൊരു ഫാമും കൃഷി സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മാസത്തിൽ ഒരു മരം എൻ്റെ കൃഷി സ്ഥലത്ത് തന്നെ നട്ടു കഴിഞ്ഞാൽ ഒരു വർഷം 12 മരം എനിക്ക് നടാൻ പറ്റും. ഒരു വർഷമാകുമ്പോൾ 10 വർഷമാകുമ്പോൾ എനിക്ക് 120 മരങ്ങൾ തന്നെ എൻ്റെ കൃഷിയിടത്തിൽ നടാൻ പറ്റും. അതൊരു പരിധിവരെ ഈ പൊല്യൂഷനെയും ഗ്ലോബൽ വാർമിങ്ങിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പെട്രോൾ കാർ മേടിക്കാൻ തീരുമാനിച്ചു. പ്ലസ് ഞാൻ എൻ്റെ കൃഷി സ്ഥലങ്ങളിൽ, എനിക്കുള്ള ഫാമിൽ ഒരു മാസം ഒരു മരമെങ്കിലും മിനിമം നട്ടിരിക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനം കൂടായിരുന്നു ഞാൻ അതിൽ നിന്നെടുത്തത്. ഒരാഴ്ചത്തെ എൻ്റെ റിസർച്ച്, എൻ്റെ അന്വേഷണങ്ങൾ, എൻ്റെ പഠനങ്ങൾ, ഷോറൂമിൽ ഞാൻ കയറി ഈ 2 വെഹിക്കിളിനെ കുറിച്ചും പഠിച്ചെത്തിയ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായി. ഞാൻ പെട്രോൾ കാർ എടുക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഭാര്യ ഇ വി കാറും ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കാം. അതിലെനിക്കൊരു ഒബ്ജക്ഷനും ഇല്ല. എൻ്റെ ഒരു സ്ട്രോങ് തീരുമാനം പെട്രോൾ കാർ എടുക്കണം എന്നുള്ളതായിരുന്നു. നമുക്ക് വേണ്ട ഒറ്റ വണ്ടി മതി. കാര്യം ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഓഫീസിൽ പോകുന്നു, ഒരുമിച്ച് തിരിച്ചു വരുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ലൈഫ് വെച്ച് പറയുകയാണെങ്കിൽ ഡേ ടു ഡേ ഞങ്ങളൊരു ഒരു 60 കിലോമീറ്റർ ടു 80 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് വൺ സൈഡ്. ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു വണ്ടി മതി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിലൂടെ എൻ്റെ വൈഫ്, അദ്ദേഹം സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന മണി കൊണ്ട് അദ്ദേഹം തീരുമാനിച്ചത്, എൻ്റെ ഹസ്ബൻഡ് എന്താണെങ്കിലും പെട്രോൾ കാർ എടുത്തോളൂ, എനിക്കതിനകത്ത് ഒരു ഒബ്ജക്ഷനും ഇല്ല, ബട്ട് ഞാൻ ഒരു ഇ വി കാർ തന്നെ എടുക്കും. ആ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. സോ ഞാൻ എന്തായാലും ഇ വി കാർ എടുത്തോളാൻ പറഞ്ഞു. ഞാനൊരു പെട്രോൾ കാർ എടുക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരും വാഹനങ്ങൾ ബുക്ക് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ബുക്ക് ചെയ്ത വാഹനത്തിൻ്റെ ഒരു ചെറിയൊരു സ്റ്റഡിയാണ് ഞാൻ ഈ റെഡിയാക്കിയേക്കുന്നത്. ഇത് റെഡിയാക്കിയത് എൻ്റെ വൈഫിനെ കാണിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. ഞാൻ വൈഫിനെ കാണിക്കുകയും ചെയ്തു. ഇ വി കാറിൻ്റെ പോരായ്മ എന്താണ്, പെട്രോൾ കാറിൻ്റെ പോരായ്മകൾ എന്താണ്, ഇതിൻ്റെ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് രണ്ടിൻ്റെയും, ഇതിനകത്ത് നമുക്കുള്ള റിസ്ക് ആസ് എ കസ്റ്റമർ അല്ല ഒരു ഓണർ എന്ന നിലയിൽ നമുക്കുള്ള റിസ്ക് എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇ വി കാറും പെട്രോൾ കാറും മേടിക്കുമ്പോഴുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. മോർ ദാൻ 6 lakh മേളിൽ വരും. ആ എമൗണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കതെങ്ങനെ ഒരു നല്ലൊരു ഒരു
ഇൻകമായി മാറ്റാം, അല്ലെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റായി മാറ്റാം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പ്രതിപാദിക്കുന്നതാണ് ഈ വീഡിയോയിലുള്ളത്. ഞാൻ ചെയ്ത പഠനങ്ങളുടെയും റിസർച്ചിൻ്റെയും ബേസിസിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത ചാർട്ടാണിത്. പക്ഷെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇത് നോക്കിയാൽ ഒരു പക്ഷേ മനസ്സിലാകത്തില്ല കേട്ടോ. ഞാനത് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും 2 കാർ എന്തായാലും മേടിക്കാൻ തീരുമാനിച്ചു. ഒന്നൊരു പെട്രോൾ കാറും മറ്റൊന്നൊരു EV കാറും. ഞങ്ങൾ രണ്ടുപേരും ബുക്ക് ചെയ്തു വാഹനം. ഞങ്ങൾ രണ്ടുപേരും ബുക്ക് ചെയ്ത വാഹനത്തിൻ്റെ നിർമ്മാതാവിൻ്റെ പേര് ഞാൻ ഇതിൽ പ്രതിപാദിക്കുന്നില്ല. നമുക്കിതിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് X1 എന്ന് വേണേൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ആ ബ്രാൻഡ് X1 എന്നുള്ള ബ്രാൻഡാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയുടെ തന്നെ 2 വാഹനങ്ങളാണ്. അപ്പോൾ X1 നിങ്ങൾ ഉദ്ദേശിച്ചോളൂ. X1ൻ്റെ പെട്രോൾ കാറിൻ്റെ ഞാൻ ബുക്ക് ചെയ്യുമ്പോഴുള്ള മാർക്കറ്റ് വില എന്ന് പറയുന്നത് 8,74,900 റുപ്പീസ്, 8,74,900 രൂപയാണ് ഞാൻ ബുക്ക് ചെയ്ത X1 എന്ന ഒരു ബ്രാൻഡിൻ്റെ പെട്രോൾ കാറിൻ്റെ വില. അതിൻ്റെ ഫുൾ ഓപ്ഷനാണ്. അതേ മോഡലിൽ തന്നെ EV കാറാണ് എൻ്റെ ഭാര്യ ബുക്ക് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു ആ വണ്ടി. സോ വൈഫ് ബുക്ക് ചെയ്ത സെയിം അതിൻ്റെ തന്നെ EV വേർഷനാണ്. അതിൻ്റെ അന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്, ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 15,49,000 ആണ്. 15,49,000 രൂപ. ഇതാണ് അന്നത്തെ മാർക്കറ്റ് കണ്ടീഷനുള്ള ഈ വാഹനങ്ങളുടെ വില. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനെടുത്തത് പെട്രോളും എൻ്റെ ഭാര്യ എടുത്തത് EV കാറും ആണ് എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ പെട്രോൾ കാറിൻ്റെ വണ്ടിയുടെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 37 ലിറ്ററാണ്. പെട്രോൾ 37 ലിറ്ററാണ് അതിൻ്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി. എൻ്റെ വൈഫ് എടുത്ത വണ്ടിയുടെ അതേ സെയിം മോഡലിൻ്റെ EV വെഹിക്കിളിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 35 kW/h ആണ്. വാഹനത്തിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റിയും 2 വാഹനങ്ങളുടെയും ഒരേപോലെയാണ്. ഇൻക്ലൂഡ് ഡ്രൈവർ 5%. പിന്നിൽ 3 പേർക്കിരിക്കാം, മുൻപിൽ 2 പേർക്കിരിക്കാം. 2 വാഹനങ്ങളുടെയും ഒരേ കപ്പാസിറ്റിയാണ് ഈ നിർമ്മാതാക്കൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയാണ് ഇതിൻ്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുമ്പോൾ, പെട്രോൾ വെഹിക്കിള് 37 ലിറ്റർ ഫുൾ കപ്പാസിറ്റി ഉള്ള എൻ്റെ വാഹനം ഫുൾ ടാങ്ക് കപ്പാസിറ്റിയിൽ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഫുൾ ടാങ്കിൽ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 695.6, 690 ആ റേഞ്ചൊക്കെയാണ് എനിക്ക് കിട്ടുന്ന മൈലേജ്. ഇപ്പം ഞാൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് 695.6 ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. EV വെഹിക്കിള് അവർ പറയുന്നത് 400 മേളിലാണ് EV വെഹിക്കിൾ പറയുന്നെങ്കിൽ പോലും അതിൻ്റെ ഫുൾ ചാർജിങ്ങിൽ നമുക്ക് കിട്ടുന്നത് 305 കിലോമീറ്ററാണ് എൻ്റെ വൈഫ് ഓടിച്ചപ്പോൾ കിട്ടിയത് ഫുൾ ചാർജിങ്ങിൽ. എന്നാൽ പോലും 20% അല്ലെങ്കിൽ ഒരു 10% മിനിമം അതിനകത്ത് വെക്കണം എന്നുള്ളതാണ്. അതിൻ്റെ മിനിമം ബാറ്ററി നമ്മൾ അതിനകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നാൽ പോലും 305 കിലോമീറ്ററൊക്കെ ഒരു എക്കോ മോഡിലിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ ആ വാഹനത്തിന് കിട്ടുന്നുണ്ട്. പെട്രോൾ കാറും EV കാറിൻ്റെയും നമ്മൾ മെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മൈലേജാണ്. മൈലേജ് 2 വാഹനങ്ങളും ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്, എൻ്റെ വാഹനത്തിന് പെട്രോൾ വണ്ടിക്ക് എനിക്ക് കിട്ടുന്നത് ഏകദേശം 18 കിലോമീറ്റർ, 18.8, 18.6, ആവറേജ് ഒരു 18 കിലോമീറ്ററൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എടുത്തിട്ടിപ്പം ബുക്ക് ചെയ്തെടുത്തിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞു. കുഴപ്പമില്ല, 18ഒക്കെ കിട്ടുന്നുണ്ട് എൻ്റെ ഡ്രൈവിങ്ങിന്. പക്ഷേ ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ മൈലേജ് നമുക്കൊരു ഒരു പ്രോപ്പറായിട്ട് നമുക്ക് ആക്ച്വലി പറയാൻ സാധിക്കത്തില്ല. അത് ഡിപ്പെൻഡാണ്. ഡ്രൈവിങ്ങിൻ്റെ സിസ്റ്റം ഓരോരുത്തരെയും ഡിഫറെൻ്റ് ആണ്. എൻ്റെ വൈഫ് ഉപയോഗിക്കുന്നതാണ് കാര്യത്തില്ല മറ്റൊരാൾ ഉപയോഗിക്കുക. അതൊരു നമുക്കൊരു പ്രോപ്പറായിട്ട് പറയാൻ പറ്റത്തില്ല. അത് എക്കോ മോഡിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു മൈലേജ് ആയിരിക്കത്തില്ല ഒരു സ്പോർട്സ് മോഡിലിട്ട് ഓടിച്ചാൽ കിട്ടുന്നത്. നമ്മൾ ഓവറായിട്ട് കാല് കൊടുക്കുമ്പോൾ, ഹിൽസ് ഏരിയയിൽ പോകുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ മൈലേജ് നമുക്ക് ഒരു പെർ യൂണിറ്റിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്
സാധിക്കത്തില്ല. പക്ഷെ നേരെ മറിച്ച് പെട്രോൾ നമുക്കത് പ്രോപ്പറായിട്ട് നമുക്കൊരു പെർ യൂണിറ്റിൽ പെർ ലിറ്ററിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഒരു ചാർട്ട് കാണിക്കുന്നത് മൈലേജ് എൻ്റെ മൈലേജ് ഡീറ്റെയിൽ ആണ്. മൈലേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതിനു വേണ്ടി ചിലവാകുന്ന ഫ്യൂവൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, ഈ രണ്ടിനും കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ വാഹനത്തിന് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഞാൻ 1 ലിറ്റർ പെട്രോൾ എനിക്ക് അടിക്കുമ്പോൾ 18 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് ഞാൻ ചിലവാക്കുന്ന രൂപ എന്ന് പറയുന്നത് 108 രൂപയാണ്. ഡിപ്പെൻസ്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. 108.50 പൈസ, 108 രൂപ, 107 അടിച്ച സമയങ്ങളുണ്ട്. അപ്പം അങ്ങനെ മാറുന്നുണ്ട്. ഇ വി കാറിൻ്റെ ചാർജിങ് ആവറേജ് ഒരു യൂണിറ്റ് 6 രൂപ, 5 രൂപ ഡിപ്പെൻസ് ആണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് ചിലവാകുന്ന പ്രൈസും നമ്മൾ പൊതുസ്ഥലങ്ങളിൽ പോയിട്ട് ഒരു ചാർജിങ് സ്റ്റേഷനിൽ പോകുമ്പോൾ ചാർജ് ചെയ്യുന്ന പ്രൈസും രണ്ടും രണ്ടാണ്. എന്നാൽ പോലും ഒരു 6 രൂപ നമുക്കൊരു പെർ യൂണിറ്റിന് നമുക്ക് ആവുന്നുണ്ട് എന്ന് വേണം പറയാൻ. രണ്ട് വാഹനങ്ങളുടെയും ഫ്യൂവൽ കോസ്റ്റ്, ഫുൾ ടാങ്ക് പെട്രോൾ ഫുൾ ടാങ്കും ബാറ്ററി 100% ചാർജും വരുമ്പോൾ എത്രയാകും, അതും ഒരു സ്റ്റഡി ഫാക്ടറാണ്. എൻ്റെ വാഹനം 37 ലിറ്ററാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു ഫുൾ ടാങ്ക് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ റേറ്റിൽ എനിക്ക് അടിക്കുമ്പോൾ ഏകദേശം 3396 രൂപയാകുന്നു എനിക്ക് ഇന്നത്തെ ഫ്യൂവൽ പ്രൈസിൽ എനിക്കൊരു ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ. എൻ്റെ വൈഫിൻ്റെ വാഹനം ഇ വി ചാർജ് ചെയ്യുമ്പോൾ എനിക്കാകുന്നത് ഒരു ഫുൾ ബാറ്ററി കപ്പാസിറ്റി എനിക്ക് ഫുൾ 100% ചാർജ് ചെയ്യുമ്പോൾ എനിക്കാകുന്നത് ഏകദേശം 157 മുതൽ 160 രൂപ. അപ്പോൾ 157 നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനിയുള്ളതാണ് ഈ റിസർച്ചിൻ്റെ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്റ്റഡിയുടെ മെയിൻ ഭാഗങ്ങൾ. ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഫാക്ടർ ഇൻ ഫ്യൂവൽ മോഡൽ ആൻഡ് ഇലക്ട്രിക്കൽ മോഡൽ. പെട്രോൾ കാറിൻ്റെയും ഇ വി കാറിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള റിസ്ക് എന്താണെന്നുള്ളതാണ് വിശദമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്കിനെ കുറിച്ച് പറയുമ്പോൾ പെട്രോൾ കാറിൽ ഏകദേശം നമുക്കൊരു 15% റിസ്ക് ഉണ്ടാവുകയുള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റിൽ. നേരെ മറിച്ച് ഇ വി കാറിലാണെങ്കിൽ അതൊരു 75% റിസ്ക് ആണ് ഇത് ഉണ്ടാവുക. ഇത് എൻ്റെ സ്റ്റഡിയാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിരിക്കും ഇതിനുവേണ്ടി റിസർച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം എൻ്റെ വിലയിരുത്തലിലുള്ള സ്റ്റഡിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരു 15% മാത്രമാണ് പെട്രോൾ കാറിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് എന്ന് പറയുന്നതും. എന്നാൽ നേരെ തിരിച്ച് ഇലക്ട്രിക്കൽ കാർ ആണെങ്കിൽ ഒരു 75% റിസ്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഫസ്റ്റ് കാണുന്ന ഗ്രീൻ കോളങ്ങൾ അത് പെട്രോൾ കാറുകളെ കുറിച്ചിട്ടുള്ളതാണ്. പെട്രോൾ കാറിനെ കുറിച്ചിട്ട് നമുക്കൊരു ഹ്യൂജ് ഹിസ്റ്ററി ആൻഡ് സ്റ്റഡി നമ്മുടെ മുമ്പിൽ നമുക്ക് ഉണ്ട്. അതുതന്നെ നമുക്ക് റിസ്ക് ഫാക്ടർ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ സർവീസ് സെൻ്ററുകളുടെ അവൈലബിലിറ്റി. ഇന്ന് പെട്രോൾ കാറുകളോ ഡീസൽ കാറുകൾക്കോ സർവീസ് സെൻ്റർ ഇല്ലാത്ത ഒരു റിമോട്ട് ഏരിയ പോലും നമ്മുടെ ഉണ്ടാവില്ല. റിമോട്ട് ഏരിയകൾ പോലും ഉണ്ടാവില്ല. അത്രയ്ക്കും സർവീസ് സെൻ്റർ, അവർ ഓൺ സർവീസ് സെൻ്ററുകളും തേർഡ് പാർട്ടി സർവീസ് സെൻ്ററുകളും ഒക്കെ ഉണ്ട്. ടെക്നോളജിയും അതിൻ്റെ എക്സ്പീരിയൻസും പഴയ അപേക്ഷിച്ച് ഇലക്ട്രിക് കാറുകളിൽ പെട്രോൾ കാറുകളിൽ ഒത്തിരി നമുക്ക് റിസ്ക് കുറച്ച് തന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പം ഒത്തിരി ടെക്നോളജി കൂടിയിട്ടുണ്ട്. ആൾക്കാർ, അതിൻ്റെ ടെക്നിക്കൽ ആൾക്കാർക്കുള്ള എക്സ്പീരിയൻസ്, ഇതുമൊക്കെ നമുക്ക് റിസ്ക് ഫാക്ടർ കുറയ്ക്കുന്നൊരു കാര്യമാണ്. പിന്നെ മാർക്കറ്റ് ആൻഡ് മാനുഫാക്ചർ. പെട്രോൾ കാറുകളാണെങ്കിൽ നമുക്ക് വെറൈറ്റി ഓഫ് കാറുകൾ, വെറൈറ്റി ഓഫ് ബ്രാൻഡ്സ്, വെറൈറ്റി ഓഫ് മാനുഫാക്ചർ മാർക്കറ്റിൽ ഇഷ്ടംമാതിരിയുണ്ട്. അത് നമ്മുടെ ഒരു റിസ്ക് ഫാക്ടർ കുറയ്ക്കുന്ന കാര്യമാണ്. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് കൂടുതലാണ്. നമുക്ക് ബെസ്റ്റ് ഏതാണെന്ന് പഠിച്ചിട്ട് ചൂസ് ചെയ്യാം. റീസെയിൽ വാല്യൂവും അത് പറയുന്ന പോലെ തന്നെ പെട്രോൾ കാറുകൾക്ക് മാന്യമായ ഒരു റീസെയിൽ വാല്യൂ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ പറയാൻ സാധിക്കും. അത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന്, എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് 8.73 ലാക്ക് എന്ന് പറയുന്നത്
എന്നെ സംബന്ധിച്ചുള്ള ഒരു 10 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മറിച്ച് വിറ്റാലും എൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എനിക്ക് കുറവാണ്, എനിക്ക് റീസെയിൽ വാല്യൂ കിട്ടും. പിന്നെ ഇതിൻ്റെ സ്പെയർ പാർട്സ് ഏറ്റവും മെയിൻ അതാണ്. പെട്രോൾ കാറുകളുടെ സ്പെയർ പാർട്സ് ഇന്ത്യയുടെ ഏത് കോണിൽ പോയാലും അവൈലബിൾ ആണ്. ഏത് റിമോട്ട് ഏരിയയിൽ പോയാലും നമുക്ക് കിട്ടും. അതൊരു വിശ്വാസമാണ്. മറിച്ച് നമ്മൾ ഇ വി കാറുകളെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ലാക്ക് ഓഫ് ഹിസ്റ്ററി ആൻഡ് സ്റ്റഡി, നമുക്കൊരു പ്രോപ്പറായിട്ടൊരു സ്റ്റഡി ചെയ്യാൻ പറ്റിയ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും ഇ വി കാറുകളെ സംബന്ധിച്ച് നമുക്ക് ഇല്ല. ആക്ച്വലി ഒരു 4 വർഷത്തെയോ 5 വർഷത്തെയോ സ്റ്റഡിയോ കാര്യങ്ങളോ മാക്സിമം നമുക്കുള്ളൂ. അത് എല്ലാ ബ്രാൻഡുകളും ഇല്ല, ചില സെലക്റ്റഡ് ബ്രാൻഡുകളെ കുറിച്ചേ ഉള്ളൂ. സർവീസ് സെൻറ്റർ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഓൺ വെഹിക്കിൾ ഏതാണോ മാനുഫാക്ചർ, അവരുടെ സർവീസ് സെൻറ്ററിൽ തന്നെ പോയിട്ടേ നമുക്ക് അതിൻ്റെ സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇറ്റ് മീൻസ് നമ്മളെവിടെയെങ്കിലും പോയിട്ട് സ്റ്റക്കായി നമുക്ക് എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടിയെ വിളിച്ചിട്ട്, ഒരു ഫ്രീലാൻസറെ വിളിച്ചിട്ട് ഒരു മെക്കാനിക്കൽ സൈഡ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആ പ്രോപ്പർ സർവീസ് സെൻറ്ററിൽ തന്നെ പോയി നമ്മളത് ക്ലിയർ ചെയ്യേണ്ടി വരും. അത് ഭയങ്കര റിസ്ക് ഫാക്ടറാണ്. ടെക്നോളജി ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്സ് നോട്ട് പ്രൂവൺ. ഇപ്പോഴും പല കാര്യങ്ങളിലും ഇ വി കാറുകൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, എൻ്റെ ഭാര്യയുടെ തന്നെ പറയുകയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ വരുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ക്ലിയർ ആകാതെ പിന്നെ വാഹനം ചലിക്കത്തില്ല. അത് ചെയ്യണേലും ഒന്നെങ്കിൽ നമ്മൾ ആ വാഹനം തിരിച്ച് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകണം. ഇനി ആ ടെക്നോളജി, ഇ വി കാറുകളുടെ ടെക്നോളജി അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ബാറ്ററികൾ കാര്യങ്ങൾ ഇനിയും കുറേ വരാനുണ്ട്. ഇപ്പോഴും മാർക്കറ്റും മാനുഫാക്ചറും ഇതിനെക്കുറിച്ച് വീണ്ടും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അവർ ചെയ്തേക്കുന്ന പ്രൊഡക്ഷൻ ഇപ്പോഴും അവർ തന്നെ ഹാപ്പിയല്ല. ഒത്തിരി മിസ്റ്റേക്സും ഒത്തിരി മൈനസ് പോയിന്റുകളും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അവരിപ്പോഴും സ്റ്റിൽ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇ വി കാറ് ഞാനൊരു 10 വർഷം കഴിഞ്ഞിട്ട് മറിച്ച് വിൽക്കാമെന്ന് നോക്കിയാൽ അതിന് കിട്ടുന്ന റീസെയിൽ വാല്യൂ, ബിക്കോസ് ബേസ്ഡ് ഓൺ അതിൻ്റെ ബാറ്ററി ബാക്ക്, എത്ര നാൾ ഇതിൻ്റെ ബാറ്ററിക്ക് ഒരു വാറണ്ടി ഉണ്ടെന്ന് നമുക്കറിയില്ല. പറയുന്നത് ഒരു 10 വർഷം വരെ കുഴപ്പമില്ലായിരിക്കും എന്നുള്ളതാണ്. അതും പ്രൂവ് ചെയ്തിട്ടില്ല. നമുക്ക് 10 വർഷം ബാക്കിലോട്ട് പോയിട്ട് ഒരു സ്റ്റഡി ചെയ്യാൻ പറ്റിയ ഒരു കാർ, ഇ വി കാർ മാർക്കറ്റിലില്ല. സോ അതങ്ങനെ ഒരു വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അപ്പം റീസെയിൽ വാല്യൂ നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷന് ഇ വി കാറിന് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സ്പെയർ പാർട്സ് മെയിനായിട്ട് ആ മോട്ടറും അതിൻ്റെ ചിപ്പ്, മദർ ബോർഡ് അല്ലെങ്കിൽ ബാറ്ററി, മെയിനായിട്ട് ബാറ്ററിയാണ്. ഇന്ത്യയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ അങ്ങനെ അധികം തുടങ്ങിയതായിട്ട് അറിവില്ല. ബാറ്ററി ആണെങ്കിലും വെളിയിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അവൈലബിലിറ്റിയും ഈ പറയുന്ന പോലെ മാർക്കറ്റ് സിറ്റുവേഷനിൽ ഭയങ്കര സ്ട്രഗിൾ ആകാൻ പോകുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ബാറ്ററിയുടെ പ്രൊഡക്ഷൻ തന്നെ ഒത്തിരി പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ബാറ്ററിയാണ്, പ്രൊഡക്ഷനിൽ ഉണ്ടാക്കുന്ന ബാറ്ററിയാണ് ലിഥിയം ബാറ്ററി എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഫുള്ള് ഞാനങ്ങോട്ട് പഠിച്ചിട്ടില്ല, എന്നാൽ പോലും ഒരു ഇൻഫർമേഷൻ കിട്ടിയതാണ്. ഇതാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള, ഇലക്ട്രിക് കാറിൻ്റെയും പെട്രോൾ കാറിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള റിസ്ക് ഫാക്ടർ. പെട്രോൾ കാറിൽ എനിക്ക് 15% റിസ്ക് ഫാക്ടർ ഉള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റിൽ. പക്ഷേ നേരെ തിരിച്ച് ഇ വിയിലാണെങ്കിൽ എനിക്കൊരു 75% റിസ്ക് ഫാക്ടറാണ്. 25% അതിനകത്ത് സേഫ് സോൺ ഉള്ളൂ. മറിച്ച് പെട്രോൾ കാറിലാണെങ്കിൽ ഞാൻ 85% സേഫ് സോണാണ്. അടുത്തത് അതേപോലെ തന്നെ സർവീസ് സെൻറ്റർ ആൻഡ് കസ്റ്റമർ സപ്പോർട്ട്. നമ്മുടെ ഇന്ത്യയിലുള്ളത് ഈ രണ്ട് വാഹനങ്ങളുടെയും, പെട്രോൾ വാഹനത്തിൻ്റെയും ഇലക്ട്രിക് വാഹനത്തിൻ്റെയും കസ്റ്റമർ സപ്പോർട്ട് സെൻറ്റർ, കസ്റ്റമർ സർവീസ് എങ്ങനെയുണ്ടെന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. സർവീസ് സെൻറ്ററും കസ്റ്റമർ സപ്പോർട്ടിലും മുൻപിൽ നിൽക്കുന്നതും പെട്രോൾ കാറുകൾ തന്നെയാണ്. 85% എനിക്ക് റിസ്ക് ഫ്രീ ആണുള്ളത്. അതായത് ഇന്ത്യയിൽ എവിടെ പോയാലും മാനുഫാക്ചർ സർവീസ് സെൻറ്ററുകൾ ഇന്ത്യയുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ സ്റ്റേറ്റിലും
എല്ലാ റിമോട്ട് ഏരിയയിലും ഉണ്ട്. അതേപോലെ തന്നെ തേർഡ് പാർട്ടി സർവീസ് സെൻ്ററുകളും എല്ലാ ഡിസ്ട്രിക്റ്റിലും അവൈലബിൾ ആണ്. ഫ്രീലാൻസ് ടെക്നീഷ്യൻസ് അവരും ഉണ്ട്. ചെറിയ ഷോപ്പുകൾ നമ്മൾ ഗൂഗിളിൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി ഗൂഗിളിൽ തപ്പിയിട്ടൊരു ഇതണക്ക് വണ്ടി റിപ്പയർ ചെയ്യുന്ന ഒരാളെ ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ ഫ്രീലാൻസ് ആയിട്ട് അവർ വിത്തിൻ ഹാഫ് ആൻ അവറിലോ വിത്തിൻ 20 മിനിറ്റ്സിലോ ബൈക്കിൽ വന്നിട്ട് വണ്ടി റിപ്പയർ ചെയ്ത് തരുന്ന പോകുന്ന ആൾക്കാരുകൾ പെട്രോൾ കാറും ഡീസൽ കാറും ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ അവർ അവൈലബിൾ ആണ്. നമ്മുടെ ലൊക്കാലിറ്റി അനുസരിച്ച് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നമുക്ക് കിട്ടും. റോഡ് അസിസ്റ്റൻസും അതേപോലെ 24/7 റോഡ് അസിസ്റ്റൻസ് കിട്ടുന്നതാണ് പെട്രോൾ സപ്പോർട്ട്. ടോട്ടലി നോക്കി കഴിഞ്ഞാൽ 24/7 സപ്പോർട്ട് നമുക്ക് പെട്രോൾ കാറിൽ നമുക്ക് ഇന്ത്യയിൽ പ്രതീക്ഷിക്കാവുന്നൊരു സപ്പോർട്ടാണ്. അടുത്തത് EV കാറുകളാണ് നോക്കുന്നതെങ്കിൽ 20% നമുക്ക് അതിനകത്ത് സേഫ് സോൺ ഉള്ളൂ. മാനുഫാക്ചർ സർവീസ് സെൻറ്റർ മാത്രമേ നമുക്ക് EV കാറിൻ്റെ ഒരു സർവീസ് പോയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. തേർഡ് പാർട്ടി സർവീസ് സെൻ്ററുകളൊന്നും നമുക്ക് പോയി ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ സർവീസ് സെൻ്ററുകൾ ഇന്ത്യയിൽ നോക്കുമ്പോൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ ലെസ്സാണ്, വെരി ലെസ് സർവീസ് സെൻ്റർ അവൈലബിലിറ്റി ആണുള്ളത്. അതായത് അവർ മാനുഫാക്ചറുടെ സർവീസ് സെൻ്ററുകൾ മാത്രമേ ഉള്ളൂ. തേർഡ് പാർട്ടീസ് അങ്ങനെ EV കാറുകൾക്ക് വേണ്ടി തുടങ്ങിയിട്ടില്ല. പിന്നെ ഒരു ഫ്രീലാൻസറെ വിളിച്ചിട്ട് നമ്മൾ റിപ്പയർ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വണ്ടിയുടെ വാറണ്ടീനെയും മറ്റു കാര്യങ്ങളും എഫക്റ്റ് ചെയ്യും. ഒന്നത്. രണ്ട്, ഈ പറയുന്ന പോലെ അതിൻ്റെ ടെക്നോളജി ഒരു ഫ്രീലാൻസർ ഇതിനായിട്ടും പഠിച്ചിട്ടില്ല, അങ്ങനെ ആൾക്കാർ ചെയ്യുന്നതായിട്ട് അറിവുമില്ല. റോഡ് അസിസ്റ്റൻസ് ഇതണക്കെ നമ്മൾ ആരെ വിളിച്ചാലും കിട്ടത്തില്ല. 24/7 സപ്പോർട്ട് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവരുടെ സർവീസ് സെൻറ്റർ ഓപ്പൺ ആകുന്നത് 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂറിൽ നമുക്ക് ആ വണ്ടിയുടെ സർവീസ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു തേർഡ് പാർട്ടി സർവീസ് സെൻറ്റർ ഇല്ല. തേർഡ് പാർട്ടി ആണെങ്കിൽ പിന്നെയും 24/7 വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു ഫ്രീലാൻസറാണ് 24/7 വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓൺ റോഡ് അസിസ്റ്റൻസ് ആയിട്ടുള്ള വെഹിക്കിളുകൾ അവരുണ്ടെങ്കിൽ അവരും 24/7 സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ വെഹിക്കിളിൽ അങ്ങനൊരു സപ്പോർട്ട് നമുക്ക് ഒരു സ്ഥലത്തുനിന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ പാർട്ടാണ് ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ EV ചാർജിങ് സ്റ്റേഷൻസ്. അതിനെക്കുറിച്ച് നമുക്കൊരു വിശദമായിട്ട് തന്നെ നെക്സ്റ്റ് ചാർട്ടിൽ നോക്കാം. ഫ്യൂവൽ ഫില്ലിങ്ങിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ആക്ച്വലി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ പെട്രോൾ കാറുകളെ സംബന്ധിച്ചോളം 100% നമുക്ക് റിസ്ക് ഫ്രീ ആണ്. ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ക്യാഷ് മാത്രം മതി. മെയിനായിട്ട് ഏത് ഫ്യൂവൽ സ്റ്റേഷനിൽ പോയാലും നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻക്ലൂഡിങ് റൂറൽ ഏരിയയിൽ ഉൾപ്പെടെ നമുക്കതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഫ്യൂവൽ അവൈലബിലിറ്റി ആണെങ്കിലും നമുക്ക് എല്ലാ ഏരിയയിലും 100% ട്രസ്റ്റ് ചെയ്യാം. ഒരു സ്ഥലത്തും ഫ്യൂവൽ ഇല്ലാതില്ല. ഇൻ കേസ് ഒരു പെട്രോൾ പമ്പിൽ നമ്മൾ കയറിയിട്ട് ഫ്യൂൽ ഇല്ലെങ്കിൽ തന്നെ വിത്തിൻ 10 to 15 കിലോമീറ്ററിൽ നമുക്ക് അടുത്തൊരു ഫ്യൂവൽ സ്റ്റേഷൻ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. ഏറ്റവും മെയിനായിട്ട് ഒരു ഫ്യൂവൽ സ്റ്റേഷനിൽ വിത്തിൻ മിനിറ്റ്സിൽ കവറായി പോകുന്ന വെഹിക്കിൾ തന്നെ നോക്കിയാൽ മതി. ഒരു ഫ്യൂവൽ സ്റ്റേഷനിൽ കുറഞ്ഞതൊരു 4 മുതൽ 6 പമ്പ് വരെ ഉണ്ടാവും. അതിൽ വിത്തിൻ 3 മിനിറ്റ്സിൽ ഈ സെയിം 6 പമ്പിൽ ഒരു 6 വാഹനങ്ങളാണ് കവർ ചെയ്ത് പോകുന്നത് തന്നെ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി റോഡിൽ സ്റ്റക്കായാൽ തന്നെ പെട്രോൾ തീർന്നു ഡ്രെയിൻ ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതണക്ക് തന്നെ റോഡ് അസിസ്റ്റൻസ് തരുന്ന ആൾക്കാരോട് ഫ്യൂവൽ തീർന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്യൂവൽ മേടിച്ചുകൊണ്ട് വന്ന് ഫില്ല് ചെയ്ത് തരുന്ന ആൾക്കാർ അങ്ങനെയും ഉണ്ട്. അത് നമുക്ക് 24/7 സപ്പോർട്ട് നമുക്ക് കിട്ടാവുന്നൊരു കാര്യമാണ്. ഒരു വണ്ടിക്ക് കൈ കാണിച്ചിട്ടാണെങ്കിലും നമുക്കൊരു ബോട്ടിലുമായിട്ട് പോയിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഫ്യൂവൽ സ്റ്റേഷനിൽ പോയിട്ട് മേടിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് നമുക്ക് നമ്മുടെ ട്രാവൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ EV വെഹിക്കിളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില പർട്ടിക്കുലർ ലൊക്കേഷൻസ്, ചില ഡെസ്റ്റിനേഷനിൽ മാത്രമേ ഇപ്പോഴും ചാർജിങ് സ്റ്റേഷൻസുകളായിട്ടുള്ളൂ. മെയിൻ നമ്മുടെ ടൗണുകൾ, റൂറൽ ഏരിയയിൽ എങ്ങും വന്നിട്ടില്ല. ടൗണുകളിൽ മാത്രം 3-4 ഏരിയകളിൽ മാത്രം ചാർജിങ് സ്റ്റേഷൻസ് വന്നിട്ടുണ്ട്. അത് ഭയങ്കര കുറവാണ്.
പല ചാർജിങ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ പവറിൻ്റെ അവൈലബിലിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. കാര്യം ലോക്കൽ പവറിനെയാണ് അവരും ആശ്രയിക്കുന്നത്. നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടെ വാഹനത്തിന് ചാർജിങ് എനേബിൾ ചെയ്ത് ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ എനേബിൾ ചെയ്ത് എല്ലാം കുത്താൻ നോക്കുമ്പോൾ മേ ബി അവിടെ പവർ ഉണ്ടാവില്ല. അതൊരു ഭയങ്കര പ്രശ്നമാണ്. ലോക്കൽ പവറിനെയാണ് അവർ റിസോഴ്സ് ചെയ്തേക്കുന്നത്. റൂറൽ ഏരിയയിൽ പിന്നെ ഈ പറയുന്ന പോലെ ചാർജിങ് സ്റ്റേഷനുകളില്ല. മോസ്റ്റ്ലി എല്ലാവരും സ്വന്തം വീടുകളിൽ നിന്ന് ചാർജ് ചെയ്തിട്ടാണ് പോകുന്നത്. ആകെയുള്ളത് രണ്ട് ഓപ്ഷനാണ്: ഫാസ്റ്റ് ചാർജിങ്ങും സ്ലോ ചാർജിങ്ങും. വീടുകളിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് സ്ലോ ചാർജിങ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, മോർ ദാൻ ഇറ്റ് വിൽ ടേക്ക് 4 hours or 6 hours, സംതിങ് ലൈക്ക് ദാറ്റ്. ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ വിത്തിൻ 30 minutes to 1 hour. ഒരു വണ്ടി, ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ വണ്ടിയാണെങ്കിൽ പോലും ഒരു 1 hour മാക്സിമം ഫാസ്റ്റ് ചാർജിങ്ങിൽ, അല്ലെങ്കിൽ ഒരു 30 to 40 minutes ഫാസ്റ്റ് ചാർജിങ്ങിൽ ചെയ്യാൻ പറ്റും. സ്ലോ ചാർജിങ് ആണെങ്കിൽ അത് മോർ ദാൻ 4 hours സംതിങ് എടുക്കുന്നുണ്ട്. ഒരു പെട്രോൾ അടിക്കുന്നതിന് നമുക്ക് വിത്തിൻ 3 minutes ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിലാണെങ്കിൽ ഈവൻ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ പോലും ഒരു 1 hour എങ്കിലും മിനിമം വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടി നമ്മൾ എവിടെയെങ്കിലും പോകുന്നു, നമ്മുടെ ബാറ്ററി പവർ കഴിഞ്ഞു, നമുക്കൊന്നും ചെയ്യാനില്ല. വണ്ടി ടോയ് ചെയ്ത് ഒരു വെഹിക്കിളിൽ കയറ്റി എവിടെയെങ്കിലും ചാർജിങ് സ്റ്റേഷനിൽ ഇറക്കി ചാർജ് ചെയ്യാൻ നല്ല ഒരു സൊല്യൂഷൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഒരു ബാറ്ററി റീപ്ലേസിങ് ഒരിക്കലും ഇമ്പോസിബിൾ ആണ്. കാര്യം എല്ലാ വാഹനങ്ങളുടെയും ബാറ്ററി വന്നിട്ട് അതിൻ്റെ ബേസിലാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. അത് IP67 ഗ്രേഡ് ബാറ്ററീസാണ്. ഒരിക്കലും നമുക്ക് മൂവ് ചെയ്തിട്ട് പുതിയത് അഡാപ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ല. അപ്പം എവിടെങ്കിലും വെച്ച് നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആയാൽ നമ്മൾ പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ വണ്ടി ടോയ് വെഹിക്കിൾ വിളിച്ച് ടോയ് ചെയ്യുക, അടുത്ത സ്ഥലത്ത് കൊണ്ടുപോവുക. മറിച്ച് പെട്രോൾ ആണെങ്കിൽ നമുക്ക് ആരെങ്കിലും വിളിച്ച് ഒരു ബോട്ടിലുമായിട്ട് പോയിട്ട് പെട്രോൾ മേടിച്ചിട്ട് ഒഴിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഈ പറയുന്ന പോലെ ബാറ്ററി ഡൈനായിട്ട് നമ്മൾ എവിടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ടോയ് വെഹിക്കിൾ വരുമെന്നല്ല, ഒരു മനുഷ്യൻ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. 24/7 സപ്പോർട്ട് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സോ ആകെ ഒരു 25% അതിനകത്ത് റിസ്ക് ഫ്രീ ഉള്ളത്. അതായത് സിറ്റികളിലോ ഈ പറയുന്ന മെൻഷൻ ചെയ്തേക്കുന്ന ഏരിയകളിലോ മാത്രം പോയി നമുക്ക് ചാർജ് ചെയ്ത് വണ്ടി ഓടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് ചാർജ് ചെയ്ത് വണ്ടി ഓടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ചാർജറും കൂടെ കൊണ്ടു നടക്കണം. എവിടെയെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞാൽ ഏതെങ്കിലും വീട്ടുമുറ്റത്തേക്ക് കയറ്റുക, ചാർജ് ചെയ്യുക. സ്ലോ ചാർജിങ് ആണെങ്കിൽ വി ഹാവ് ടു സ്പെൻഡ് മോർ ദാൻ 4 hours, ഓർ എൽസ് വി ഹാവ് ടു യൂസ് ഫാസ്റ്റ് ചാർജിങ്. ഫാസ്റ്റ് ചാർജിങ്ങിന് സെപ്പറേറ്റ് അഡാപ്റ്റർ, അതും ഭയങ്കര കോസ്റ്റാണ്. ഞാനത് മേടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ആകുന്നുണ്ട്. അത് നമ്മൾ എനിക്കൊന്ന് ടു ഫേസ് ലൈൻ ഉള്ളവർക്കൊക്കെ അത് യൂസ്ഫുൾ ആകത്തുള്ളൂ. അത്ര ആംബിയർ അതിന് വേണം. സോ അത് വെച്ച് നോക്കുമ്പോൾ 100% റിസ്ക് ഫ്രീ ആണ് നമ്മൾ പെട്രോൾ കാർ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രൈവിംഗ് റിസ്ക് ഫാക്ടറുകളെ കുറിച്ചാണ്. നമ്മൾ ഇന്ത്യയിൽ പെട്രോൾ കാറും EV കാറുകളും ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള റിസ്ക് ഫാക്ടറുകൾ അതെന്താണെന്നാണ് നമ്മൾ അടുത്തൊരു ചാർട്ടിൽ നോക്കാൻ പോകുന്നത്. പെട്രോൾ കാറുകളെ അപേക്ഷിച്ച് ഡ്രൈവിങ് നമുക്കൊരു 10% റിസ്ക് ഫാക്ടർ ഉള്ളൂ ആക്ച്വലി. ഫസ്റ്റ് വന്നിട്ട് ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ അവൈലബിലിറ്റി. രണ്ട് പെട്രോൾ കാറുകൾക്ക് നമുക്കറിയാം ഒരു ഫുൾ ടാങ്ക് പെട്രോൾ എത്ര പോകും എന്നുള്ളത് അറിയാം, ഫ്യൂവലിൻ്റെ അവൈലബിലിറ്റി അറിയാം. സോ വിത്തിൻ 10 കിലോമീറ്ററിൽ നമുക്ക് ഫ്യൂവൽ സ്റ്റേഷൻസ് അവൈലബിലിറ്റിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പെട്രോൾ വെഹിക്കിൾ എവിടെ പോയാലും എന്ത് പ്രശ്നം വന്നാലും 24/7 സപ്പോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് സെൻറ്ററുകൾ, തേർഡ് പാർട്ടി സപ്പോർട്ട് സെൻറ്ററുകൾ, ഫ്രീലാൻസർ, ഓൺ റോഡ് അസിസ്റ്റൻസ്, ഇതെല്ലാം പെട്രോൾ കാറുകൾക്ക് ഇഷ്ടമാതിരി അവൈലബിൾ ആണ്. പെട്രോൾ കാറിൻ്റെ മെയിൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാം വിത്തൗട്ട് എനി ട്രാവൽ പ്ലാൻ. നമുക്ക് എപ്പോൾ വേണേലും വണ്ടി എടുത്തുകൊണ്ട് ഏത് വഴിക്കും എങ്ങനെയും പോകാം, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ. പെട്രോൾ തീരുന്നതനുസരിച്ച് വിത്തിൻ 10 കിലോമീറ്ററൊക്കെ മോസ്റ്റ്ലി എല്ലായിടത്തും പെട്രോൾ പമ്പ് ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു പ്ലാനിങ്ങും വേണ്ട, ഒന്നും ഭയക്കണ്ട. റോഡ് അസിസ്റ്റൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഉണ്ട്. പിന്നെ ഡ്രൈവിംഗ് ഇൻ എനി ടെറൈൻ, നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് ടെറൈൻ കണ്ടീഷനിലും നമുക്ക് പെട്രോൾ കാറുകൾ ഒരു പേടിയും കൂടാതെ കേപ്പബിൾ ആണെങ്കിൽ, വണ്ടി കേപ്പബിൾ ആണെങ്കിൽ കൊണ്ടുപോകാം. ഒരു പ്രശ്നങ്ങളും ഇല്ല, അതിനകത്തൊന്നും വറി ചെയ്യാനില്ല.
നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഒരു ക്യാനകത്ത് ഒരു 50 ലിറ്ററും കൂടെ വെച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് ഏത് ടെറൈനിലും ഏതുവഴിയും പോകാം. അത് നമ്മുടെ ഒരു ആത്മവിശ്വാസമാണ്. ഫ്യൂവൽ പെട്രോൾ കാർ മാത്രമല്ല, ഫ്യൂവൽ കാറുകൾ, ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും. നേരെ തിരിച്ച് നമ്മുടെ ഇ വി കാറുകളാണെങ്കിൽ, നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഏരിയകളിലുള്ള, ഇപ്പം ഞാൻ എൻ്റെ വൈഫ് എടുത്തേക്കുന്ന വാഹനമാണെങ്കിൽ 350 390 കിലോമീറ്ററൊക്കെ മൈലേജ് ഉണ്ടെങ്കിൽ, നമ്മൾ ഒരു ലോങ് ട്രിപ്പാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഉണ്ടാകണം. നമ്മൾ ഏതൊക്കെ ടൗൺ ടച്ച് ചെയ്ത് പോകുന്നു, ഏതൊക്കെ ഏരിയ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവും, ഇതിൻ്റെ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ റോഡിൽ കിടക്കേണ്ടി വരും. അതേപോലെ പോകുന്ന ടൗണുകളിലെല്ലാം നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ആ ഒരു ചാർജിങ് സ്റ്റേഷൻ ഫ്രീ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ഫാസ്റ്റ് ചാർജിങ് ഒരു വാഹനം കുത്തിയിട്ടുണ്ടെങ്കിൽ ആ വാഹനം മാറ്റിയ ശേഷമേ നമുക്ക് കുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ മോർ ദാൻ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓറൽസ് നമുക്ക് ഈ പറയുന്ന ഷോപ്പുകളിലൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ കയ്യിലൊരു സ്ലോ ചാർജിങ് ഉണ്ടെങ്കിൽ കുത്താം. പക്ഷെ അങ്ങനെ ആരും അലോഡ് ചെയ്യത്തില്ല. ചില ആൾക്കാർ നമ്മൾ റിസോർട്ടുകളിലൊക്കെ പോയാൽ മാത്രം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അലോ ചെയ്യും. അവർക്ക് ചെറിയ പൈസ കൊടുത്താൽ മതി, അലോ ചെയ്യത്തുള്ളൂ. എന്നാൽ പോലും നമുക്കതിനു വേണ്ടി വേസ്റ്റ് ചെയ്യുന്ന ടൈം മോർ ദാൻ 4 അവേഴ്സാണ് സ്ലോ ചാർജിങ്ങിൽ. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ പവറിൻ്റെ ഇഷ്യൂ, അവിടെ ലോക്കൽ ഏരിയയിൽ പവർ മറ്റു കാര്യങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ ചാർജിങ്ങിൻ്റെ പ്ലാനുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഡ്രോപ്പായി പോകും. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ പ്ലാൻ ചെയ്ത് ചാർജിങ് സ്റ്റേഷനുകൾ ഫൈൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മാത്രം ഒരു ലോങ് ട്രിപ്പിനോ മറ്റു കാര്യങ്ങൾക്കോ ഈ വാഹനം എടുത്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളെവിടെങ്കിലും ചാർജ് തീർന്നു, വണ്ടി റോഡിൽ കിടന്നാൽ പോലും നമുക്ക് വണ്ടി പിന്നൊന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷൻസ് ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി റിപ്ലേസിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല. വണ്ടി ടോ ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യുക എന്നുള്ളതൊന്നും നടക്കത്തുള്ളൂ. പിന്നെ ടെറൈൻ, ഇന്ത്യൻ ടെറൈനിൽ ഹിൽസ് ഏരിയയിൽ അങ്ങനത്തെ ഏരിയകളിൽ നമുക്ക് ഈ വാഹനമായിട്ട് പോകണമെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയും 75% റിസ്ക്കാണ്. ഹൈ ടെറൈനിലൊക്കെ വണ്ടി പോയി ഓടിക്കേറി ചെന്നു ട്രാവൽ ചെയ്ത് കഴിയുമ്പം നമ്മൾ അവിടം വരെ എത്താൻ വേണ്ടി മേ ബി മോർ ദാൻ ഒരു 100 കിലോമീറ്റർ ഓടുന്നുണ്ടാവും. പിന്നെ ടെറൈനിലൊരു മോർ ദാൻ 100 കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ ഹിൽസ് കയറുമ്പോൾ ഇതിൻ്റെ ബാറ്ററി പെട്ടെന്നാണ് ഡ്രെയിൻ ഔട്ട് ആകുന്നത്. ഹിൽസ് ഏരിയയിലൊക്കെ കയറി ചെന്നിട്ട് അവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവുക എന്നൊരു സംഭവം ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പെട്രോൾ പോലെ നമുക്കൊരു ക്യാനകത്ത് മേടിച്ചുകൊണ്ട് പോകാനും പറ്റത്തില്ല ഇലക്ട്രിസിറ്റി. സോ നമ്മുടെ ഡ്രൈവിങ്ങിൽ നമുക്കുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ കാറുകൾ 10%, ഇ വി കാറുകൾ 70% റിസ്ക്കാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ. എപ്പോഴും നമുക്ക് ഒരു കാര്യം റെഫർ ചെയ്യാനുള്ളത് ചെയ്യാന്ന് പറയുന്നതാണ്, നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ റെഫറൻസ് എടുക്കുക. അപ്പം അങ്ങനെ ഒരു റെഫറൻസിനെ കുറിച്ചാണ് അടുത്ത പ്രതിപാദിക്കുന്നത്. നമുക്കെപ്പോഴും റെഫറൻസ് ഉള്ളത് ഫ്യൂവൽ കാറുകൾക്ക് മാത്രമാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ ആണ് നെക്സ്റ്റ് ചാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. വാഹനങ്ങളുടെ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, നമ്മളൊരു പുതിയ വാഹനം മേടിക്കുന്നു, അതിൻ്റെ പെട്രോള് വാഹനമോ ഫ്യൂവൽ വാഹനങ്ങളോ ഡീസലോ പെട്രോളോ മേടിക്കുന്നു, അതിൻ്റെ എൻജിന്, വണ്ടിയുടെ കണ്ടീഷന്, ബ്രാൻഡ്, വാഹനത്തിൻ്റെ നിർമ്മാണം, ഇതിൻ്റെ നിലവാരം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 100 വർഷത്തെ ഹിസ്റ്ററി നമുക്ക് ഓരോ വാഹനങ്ങളെക്കുറിച്ചും പഠിക്കാൻ, ഫ്യൂവൽ വാഹനങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്കുണ്ടാവും. അതാണ് തന്നെ നമുക്ക് ഇന്ത്യയിൽ തന്നെ മോർ ദാൻ 10 വാഹനങ്ങൾ ബ്രാൻഡുകൾ മാനുഫാക്ചേഴ്സ് ഉണ്ട്. മൾട്ടി ബ്രാൻഡ് ആൻഡ് മൾട്ടി മോഡൽസ് ഉണ്ട് നമുക്ക് ഹിസ്റ്ററി റെഫർ ചെയ്യണമെങ്കിൽ. ഇവയെല്ലാം തന്നെ ഒരു പ്രൂവൺ സ്റ്റഡി ആൻഡ് ടെക്നോളജീസ് ബേസസ്, ഓരോ വർഷവും അതിൻ്റെ ഒരു സ്റ്റഡീസും കാര്യങ്ങളും ടെക്നോളജി അപ്ഗ്രേഡായി നമുക്ക് നല്ല മികച്ച പെർഫോമൻസ് തരുന്ന വാഹനങ്ങളും ബ്രാൻഡുകളുമാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. അത് കണക്കിന് കസ്റ്റമർ റെഫറൻസ്, നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങൾ നമ്മുടെ ലൊക്കാലിറ്റിയിൽ തന്നെ ഒരു 10 പേരോട് ചോദിച്ചാൽ അവർ യൂസ് ചെയ്യുന്ന വാഹനം യൂസ് ചെയ്യുന്ന ഉടമകളോട് ചോദിച്ചാൽ തന്നെ അതിൻ്റെ ഹിസ്റ്ററി അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും. സോ അങ്ങനെ നോക്കുമ്പം തന്നെ ഫ്യൂവൽ വാഹനങ്ങൾ 100% നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ്. പക്ഷേ ഇ വി വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ
നമുക്കൊരു 4 വർഷത്തെ ഒരു 5 വർഷത്തെ ഹിസ്റ്ററിയേ ഉള്ളൂ ആക്ച്വലി നമുക്കൊരു സ്റ്റഡി ചെയ്യാനായിട്ട്. അതും ഈ പറയുന്ന പോലെ ലിമിറ്റഡ് ബ്രാൻഡുകൾ ഇപ്പോഴാണ് ഒരു ലാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ടാണ് മറ്റു ബ്രാൻഡുകൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പ്രൊഡക്ഷനിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആഹ് ഈ സ്റ്റിൽ അതിൻ്റെ റിസർച്ചിങ് കാര്യങ്ങൾ ഇപ്പോഴും ഒരു 100% പൂർണ്ണതയിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം നടക്കുന്നത് അപ്ഗ്രേഡിംഗ് അല്ല, സ്റ്റിൽ അവർ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 100% പൂർണ്ണതയിലേക്ക് ഇതിനായിട്ടും ഇ വി വാഹനങ്ങളുടെ നിലവാരങ്ങൾ എത്തിയിട്ടില്ല. പിന്നെ കസ്റ്റമർ റെഫറൻസ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൊക്കാലിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരാൾക്ക് അങ്ങേയറ്റം ഒരു ഇ വി വാഹനം ഉണ്ടായിരിക്കാം. മാർക്കറ്റിൽ നമ്മളൊരു വലിയൊരു ഡിസ്ട്രിക്റ്റ് തന്നെ എടുത്ത് നോക്കിയാൽ തന്നെ ഒരു മേ ബി 10 to 15 ഇ വി കാർസേ ഉണ്ടാവുള്ളൂ. അവരോട് ചോദിച്ചാൽ പോലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോ നമുക്ക് ചോദിക്കുന്നതിൽ ഒരു 20% നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. ദെൻ ഇതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് പഠിച്ചത് നമ്മുടെ 10 വർഷം ഒരു വാഹനം നമ്മൾ എന്തായാലും എടുത്തു കഴിഞ്ഞാൽ 5 to 10 years നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന വാഹനവും എൻ്റെ ഭാര്യ എടുത്തേക്കുന്ന വാഹനവും ഒരു ഒരു 10 വർഷത്തെ സ്റ്റഡിയിലേക്ക് ഞാൻ വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാനിനി നെക്സ്റ്റ് ചാർട്ടുകളിൽ പറയാൻ പോകുന്നത്. ഒരു 10 വർഷത്തേക്ക് പെട്രോൾ കാറും ഞാൻ എടുത്തേക്കുന്ന ഇലക്ട്രിക്കൽ കാറും അതിൻ്റെ മണി മാനേജ്മെൻറ്റ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് അടുത്ത ചാർട്ടിൽ കാണാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഏകദേശം 60 to 80 കിലോമീറ്റേഴ്സ് പെർ ഡേ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്ന്. അപ്പോൾ ഈ രണ്ട് വെഹിക്കിളും ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ഏകദേശം 60 to 80 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അപ്രോക്സിമേറ്റ് 160 കിലോമീറ്റർ 160 കിലോമീറ്റർ പെർ ഡേ ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു ദിവസം ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ 180 കിലോമീറ്റർ ഞങ്ങളിപ്പോൾ 1 മന്തായിട്ട് ഇത് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഫ്യൂവൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇ വിയുടെ ചാർജ് പെർ ഡേ നമുക്ക് എത്രയാകുന്നുണ്ടോ നമ്മുടെ ട്രാവൽ അനുസരിച്ച്. നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഡെയിലി ട്രാവൽ ചെയ്യുന്നത് അറൗണ്ട് 16 to 80 കിലോമീറ്റർ പെർ ഡേ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോൾ ഏകദേശം 160 കിലോമീറ്റർ അറൗണ്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്യൂവൽ കോസ്റ്റ് കൺസപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ 108 രൂപ പെട്രോളിന് 18.8 പെർ മൈലേജ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ 160 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കൊരു ദിവസമാകുന്നത് 919 രൂപ 920 രൂപ അപ്രോക്സിമേറ്റ് എനിക്ക് ഒരു ദിവസം 160 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് എനിക്കാവുന്നുണ്ട് എൻ്റെ ഈ വാഹനം. നേരെ മറിച്ച് എൻ്റെ വൈഫിൻ്റെ വാഹനം ഇ വി വാഹനം എനിക്ക് സെയിം ഇത്രയും കിലോമീറ്ററിനാണ് വൈഫും ഡ്രൈവ് ചെയ്യുന്നത്. സോ പെർ ഡേ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 160 കിലോമീറ്ററിന് ഏകദേശം ഒരു ആവറേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 50 പൈസയാണ് പെർ കിലോമീറ്ററിന് കൺസപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 80 രൂപയ്ക്ക് വൈഫിന് ഈ 160 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. 80 രൂപയ്ക്ക് ഒരു ദിവസം ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പ് ആൻഡ് ഡൗൺ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ അടുത്ത 10 വർഷത്തേക്ക് ഞങ്ങളുടെ രണ്ട് വാഹനങ്ങളും ഇതേ സെയിം ഡെയിലി യൂസേജ് ലിമിറ്റ് വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളതാണ്. എത്ര കിലോമീറ്ററാണ് നമ്മളെ ടോട്ടൽ റണ്ണിങ് മൈലേജ് വരുന്നത് എന്നുള്ളത്. അതായത് ഒരു വർഷത്തെ 365 ദിവസം ഇൻറ്റു 10 ഇയർ 3650 ദിവസം. അതിനെ ഞങ്ങൾ ഡെയിലി യൂസേജ് എന്നുള്ള 160 കിലോമീറ്റർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു എന്നുള്ളതാണ്. ഏകദേശം 5,84,000 കിലോമീറ്ററാണ് 10 വർഷത്തേക്ക് ഞങ്ങൾ ഇതേ പാറ്റേണിൽ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ട് വാഹനങ്ങൾക്കും റണ്ണിങ് മൈലേജ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്.
ഞങ്ങളുടെ 10 വർഷത്തെ റണ്ണിങ് മൈലേജ് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് പറയേണ്ട ഒരു കാര്യമാണ് ഈ 10 വർഷത്തേക്കുള്ള നമ്മളുടെ ഫ്യൂവൽ എക്സ്പെൻസ് എത്രയാകും എന്നുള്ളത്. നാളത്തെ ഫ്യൂവൽ എക്സ്പെൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും കൂടാനേ സാധ്യതയുള്ളൂ. എങ്കിൽ പോലും ഇന്നത്തെ ഒരു ഫ്യൂവൽ കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 5,84,000 കിലോമീറ്റർ റൺ ചെയ്യാൻ വേണ്ടി എൻ്റെ പെട്രോൾ കാറിന് ഞാൻ ചിലവാക്കേണ്ട പൈസ, അടുത്ത 10 വർഷത്തേക്ക് ഞാൻ ചിലവാക്കേണ്ട പൈസ പെർ ഡേ 919 രൂപ വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 33,54,853 റുപ്പീസ്. 33,84,853 രൂപ അടുത്ത 10 വർഷം ഞാൻ ഫ്യൂവലിന് വേണ്ടി മാത്രം എൻ്റെ ഡേ ടു ഡേ റണ്ണിങ് കിലോമീറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 160 കിലോമീറ്റർ 919 രൂപ ഡെയിലി കോസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചിലവാകുന്ന തുക എന്ന് പറയുന്നത് ഇത്രയുമാണ്. കിലോമീറ്ററും ഇ വിയുടെ വണ്ടിയുടെ ഫ്യൂവലിൻ്റെ കോസ്റ്റ് നോക്കുമ്പോൾ ഈ സെയിം കിലോമീറ്റർ തന്നെ 5,84,000 കിലോമീറ്റർ ഇ വിയുടെ ഡേ ടു ഡേ കോസ്റ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. അത് വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 2,92,000 രൂപ ആണ്. ഇപ്പോഴത്തെ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രസൻറ്റ് മാർക്കറ്റ് നമ്മുടെ ഫ്യൂവലിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും മാർക്കറ്റ് വെച്ചിട്ടാണ്, ഇലക്ട്രിക് ചാർജും വെച്ചിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഇ വി കാറിന് 10 വർഷത്തേക്ക് എനിക്ക് 5,84,000 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി എനിക്ക് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചിലവാകേണ്ട തുക എന്ന് പറയുന്നത് 2,92,000 രൂപയും, പെട്രോൾ കാറിന് അത് 33,54,853 രൂപയാണ്. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ പ്രസൻറ്റ് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടാണ്. അത് മാറാൻ സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ 10 വർഷത്തെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മേടിച്ച കാറിൻ്റെ വില പ്ലസ് നമ്മുടെ ഫ്യൂവൽ കോസ്റ്റ്, ഇത് രണ്ടും നമുക്ക് ഉറപ്പായിട്ടും ചിലവാകുന്ന പൈസയാണ്. ഇതിനകത്തെ ഇൻഷുറൻസ്, ഈ രണ്ട് വാഹനങ്ങളുടെ ഇൻഷുറൻസ് മെയിൻ്റെനൻസ് കോസ്റ്റ് കൺസിഡർ ചെയ്തിട്ടില്ല, അത് ഡിപ്പെൻസ് ആണ്. അത് രണ്ടും ഈ രണ്ട് വാഹനങ്ങളുടെ കമ്പാരിഷനിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. രണ്ടിൻ്റെ ഇൻഷുറൻസ് വാല്യൂവിന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. സർവീസും ഏകദേശം ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് രണ്ട് വാഹനങ്ങൾ. പെട്രോളാണ് ഇച്ചിരി കൂടുതൽ എന്നാൽ പോലും രണ്ടിൻ്റെയും സർവീസ് കോസ്റ്റുകൾ ഇതിന് കമ്പയർ ചെയ്തിട്ടില്ല. അത് ഒഴികെയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ഫുള്ള് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 വർഷത്തേക്കുള്ള നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ട് വാഹനങ്ങൾക്കും, പെട്രോൾ വാഹനങ്ങൾക്ക് എനിക്ക് ടോട്ടൽ ഇൻക്ലൂഡ് ഫ്യൂവൽ 10 വർഷത്തെ ഫ്യൂവലും കൂടെ ചേർത്ത് എനിക്കാകുന്നത് 42,29,783 റുപ്പീസ്. 42,29,783 രൂപ 10 വർഷത്തെ ഫ്യൂവലും ചേർത്ത് ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് വണ്ടി വിലയും കൂടെ ചേർത്ത് എനിക്ക് ചിലവാകുന്ന തുക. അത് ഇ വി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. ഇ വിയുടെ എനിക്കാകുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 10 വർഷത്തെ ഫ്യൂവൽ കോസ്റ്റും ഇന്നത്തെ കാർ പർച്ചേസിങ്ങിൻ്റെ പ്രൈസും കൂടി നോക്കുമ്പോൾ എനിക്ക് ആകാൻ പോകുന്നത് 18,41,000 റുപ്പീസ് ആകത്തുള്ളൂ 10 വർഷം കഴിയുമ്പോൾ എനിക്കാകുന്ന തുക എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ 10 വർഷത്തെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിലൊക്കെ നോക്കുമ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഭയങ്കര ഒരു ഹ്യൂജ് എമൗണ്ട് ആകുന്നുണ്ട്. ഇത് പകുതി താഴെ നിൽക്കുന്നുള്ളൂ ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ എൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ. 10 വർഷത്തെ ഞങ്ങളുടെ രണ്ട് വാഹനങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് പർച്ചേസ് ചെയ്ത വാല്യൂ പ്ലസ് ഫ്യൂവൽ കോസ്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പെട്രോൾ വെഹിക്കിൾ കൂടുതലും ഇ വി വെഹിക്കിൾ കുറവുമാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 23,88,797 രൂപയുടെ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പെട്രോൾ വെഹിക്കിൾ അതിനകത്ത് നമുക്ക് ഇത്രയും ലക്ഷം രൂപയുടെ കൂടുതലും മറ്റതിനകത്ത് കുറവുമാണ് അതിൻ്റെ ഡിഫറൻസ് 10 വർഷത്തെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വാഹനം മേടിച്ച തുക വെച്ചിട്ട് നമ്മൾ ഡിഫറൻസ് കമ്പയർ ചെയ്യുമ്പോൾ
നമ്മുടെ പെട്രോൾ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 8,74,900 റുപ്പീസും ഇ വി വെഹിക്കിളിൻ്റെ വില എന്ന് പറയുന്നത് 15,49,000 രൂപയാണ്. ഇത് രണ്ടും പ്രസൻറ്റ് മാർക്കറ്റ് വാല്യൂ ആണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്രോൾ വണ്ടിക്കാണ് വിലക്കുറവ്, ഇ വി വെഹിക്കിൾ കൂടുതലുമാണ്. സോ അതിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 6,74,100 രൂപ നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇ വി കൂടുതലും പെട്രോൾ വെഹിക്കിൾ കാറ് കുറവുമാണ്. ഈ രണ്ടും ഒരേ മോഡലാണ്, ഒരേ കമ്പനിയുടെ. ഓക്കെ. ഇനി നമുക്ക് ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാജിക്ക് ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു മാജിക്കാണ്. നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കുക. ഈ മാജിക്ക് എല്ലാവരുടെ കൈവശവുമുണ്ട്. നമ്മൾ വേണ്ട പോലെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ചെറിയൊരു ട്രിക്കാണ്. ഈ മാജിക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പൈസ, ഏത് പൈസ? പെട്രോൾ കാറും ഇലക്ട്രിക്കൽ കാറും അതാണല്ലോ പ്രസൻ്റ്ലി നമുക്ക് ഒരു കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മിച്ചം ഉണ്ടാവുക. 10 വർഷത്തേക്ക് നമ്മുടെ ഫ്യൂവലിൻ്റെ ഒരിക്കലും നമ്മൾ ഡേ ടു ഡേ നമ്മൾ യൂസ് ചെയ്തു പോകുന്നൊരു പ്രൈസാണ്. അപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ വൺ ടൈം കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ മിച്ചം ഉണ്ടാകുമെന്ന് പറയുന്നത് ആ കാറുകളുടെ തമ്മിലുള്ള ഡിഫറൻസ് കിട്ടുന്ന പൈസയാണ്. അതായത് 8,74,900 രൂപ പെട്രോൾ കാറിൻ്റെയും 15,49,000 രൂപ ഇ വി കാറും ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് കിട്ടുന്ന ഡിഫറൻസ് ഒന്ന് 6,74,100 രൂപ. ഇതെൻ്റെ ഞാൻ മേടിച്ചതും ഭാര്യ മേടിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് സേവായ ക്യാഷാണ് 6,74,100 രൂപ. ഇത് ഞാൻ ഒന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടു, ഇല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ എഫ് ഡി ആയിട്ട് ഇടാൻ പ്ലാൻ ഇട്ടു. ഇത് രണ്ട് ഞാനൊരു റെഫറൻസ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് രണ്ടിൻ്റെ ഒരു എസ്റ്റിമേഷന്, അതിൻ്റെ പ്ലാനുകൾ, ട്രസ്റ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടാണ് അതിൻ്റെ സ്റ്റഡി ഞാൻ തയ്യാറാക്കിയത്. അപ്പം അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്, ഒരു മാജിക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതും ഞാനൊരു 10 വർഷം, ഞാൻ വണ്ടി എന്ന് മേടിക്കുന്നു അന്ന് തന്നെ ഈ ക്യാഷ് ഞാൻ ഒന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ എഫ് ഡിയിൽ ഇടാൻ തീരുമാനിച്ചു. വണ്ടി നമ്മൾ ഇന്ന് വരെ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു 10 വർഷത്തെ ഇതാണ്. ആ 10 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്ലാനിൻ്റെ ഒരു മാജിക്കാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ക്യാഷ് എങ്ങനെ എനിക്ക് ഒരു നല്ലൊരു ഇൻകമായിട്ട് മാറ്റാം, നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റാം എന്നുള്ളത്. അതാണ് നിങ്ങളെനിക്ക് കാണാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ പറഞ്ഞ എമൗണ്ട്, അതായത് 6,74,100 രൂപ എനിക്ക് വൈഫും എൻ്റെ വണ്ടിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ മിച്ചം തുക. അത് ഞാൻ ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ബാങ്ക് മാനേജറെ കോൺടാക്ട് ചെയ്തപ്പോൾ 10 ഇയറിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്ലാൻ എനിക്ക് തന്നു. അപ്പോൾ പുള്ളി അത് പറഞ്ഞത് മിനിമം 8%, ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷന് 7 പോയിൻറ്റ് സംതിങ് ആണ്, പക്ഷേ 8% എനിക്ക് വേറെയും എമൗണ്ടുകൾ ഉള്ളതുകൊണ്ട് എനിക്കൊരു 8% വെച്ച് റിട്ടേൺ കിട്ടും 10 ഇയേഴ്സിലേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ പേരിൽ ആ ഒരു എമൗണ്ട് 10 വർഷത്തേക്ക് ഇടാൻ തീരുമാനിച്ചു. അപ്പോൾ 8% വെച്ചിട്ട് 10 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ചാർട്ട് എനിക്ക് അദ്ദേഹം ഷെയർ ചെയ്തതാണ്. അതിൻ്റെ ഗ്രോത്ത് ഞാൻ 6,74,100 രൂപ ഞാൻ ഈ വാഹനം മേടിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ലെഫ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 14,55,331 രൂപ എനിക്ക് 10 വർഷം കഴിയുമ്പോൾ ക്യാഷ് ഇൻ മൈ ഹാൻഡ് ആണ് എനിക്കുണ്ടാവുക. ഏകദേശം പുതിയ ഇ വി മേടിക്കുന്ന ഒരു എമൗണ്ട് എനിക്ക് 6 ലക്ഷം രൂപ ഇതിൽ നിന്ന് സമ്പാദിക്കാം.
ഇത് ബാങ്ക് എഫ് ഡി ഇടുന്നത് മാത്രമാണ് കേട്ടോ. ഞാൻ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ ഞാൻ ആ തുക ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മേ ബി അതിന് മേളിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എന്നാലും സേഫ് സോൺ വെച്ചിട്ട് നമ്മളിപ്പം എപ്പോഴും കമ്പയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒന്നെങ്കിൽ ബാങ്ക് എഫ് ഡി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ കമ്പയർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചാർട്ട് വന്നിട്ട് ബാങ്ക് എഫ് ഡി ആണ്. അതേപോലെ എനിക്ക് കുറച്ച് ചെറിയ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. സോ ഞാൻ എൻ്റെ ഏജൻറ്റിനെ വിളിച്ചിട്ട് ഈ സെയിം കാര്യം ഏജൻറ്റിനോടും പറഞ്ഞു. സോ ഏജൻറ്റിനോട് പറഞ്ഞപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഗ്യാരണ്ടഡ് ആയിട്ട് എനിക്ക് ഒരു 19-24% എനിക്ക് ഇപ്പോൾ ഇന്ന് വരെ കിട്ടിയിട്ടുണ്ട്. സോ ആ ബേസിസിൽ തന്നെ അതിന് ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് വെച്ചിട്ട് ഇയർലി എനിക്കൊരു 19% റിട്ടേൺ ഉള്ള ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഞാൻ ഈ എമൗണ്ട് സെയിം എമൗണ്ട് 6,74,100 രൂപ ഞാൻ ഇന്ന് ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ SIP അല്ല കേട്ടോ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ല, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ മാർക്കറ്റിലുള്ള. ഞാനതല്ല, വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഞാൻ ഇതേ കണക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 10 വർഷത്തിന് ശേഷം ഞാനിടുന്ന 6,74,100 രൂപ എന്ന എമൗണ്ട് ഗ്രോ ചെയ്ത് 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഈ സ്റ്റഡി അനുസരിച്ചിട്ട് എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 38,38,786 രൂപ എനിക്ക് എൻ്റെ ബൈ ഹാൻഡിൽ കിട്ടും. സോ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അടിച്ചേക്കുന്ന പെട്രോളിൻ്റെ പൈസ എനിക്ക് കംപ്ലീറ്റ്ലി സേവ് ആണ്. പെട്രോളിൻ്റെ പൈസ പോലും നമ്മൾ 10 വർഷത്തേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഡേ ടു ഡേ നമ്മൾ ബൈ ഹാൻഡ് നമ്മൾ എടുക്കുന്നതാണ്. അതെല്ലാം നമ്മളൊരു ജസ്റ്റ് ഒരു കാൽക്കുലേഷനാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതും 365 ദിവസവും വെച്ചിട്ടാണ്. അത്രയൊന്നും എന്തായാലും നമ്മൾ ഓടൂല. സാറ്റർഡേ സൺഡേ നമ്മൾ എന്തായാലും വണ്ടി എടുക്കുന്നില്ല. എന്നാൽ പോലും നമ്മൾ എക്സ്ട്രാ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 2 വാഹനങ്ങളുടെ എല്ലാം എടുത്തേക്കുന്നത്. എന്നാൽ പോലും ആ ഒരു എമൗണ്ട് വണ്ടികൾ മേടിക്കുന്ന ഡിഫറൻസ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ 10 ഇയേഴ്സ് ബൈ ഹാൻഡിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ 90% ഗ്രോത്ത് ഉള്ള ഗ്യാരണ്ടഡ് റിട്ടേൺസ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇട്ടാൽ ആ എമൗണ്ട് എനിക്ക് കിട്ടുന്നത് 38,38,786 രൂപയാണ്. സോ ഞാൻ വൈഫിനോട് ഇതെല്ലാം കാണിച്ച് സംസാരിച്ചു. സോ ഇതിനകത്ത് എവിടാണ് നമുക്ക് നഷ്ടമുള്ളത്, എവിടാണ് നമുക്ക് ലാഭമുള്ളത്? അപ്പോഴും വൈഫ് സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നത് നമ്മുടെ ഗ്ലോബൽ വാർമിങ്, നമ്മുടെ പൊല്യൂഷൻ കാര്യങ്ങൾ. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഒരു മാസം ഒരു മരം വെച്ചിട്ട് ഞാൻ എൻ്റെ ഫാമിൽ എൻ്റെ കൃഷി സ്ഥലങ്ങളിൽ നട്ടാൽ പോലും അത് അതിന് അഗൈൻസ്റ്റ് ആയിട്ട് എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഗ്ലോബൽ വാർമിങ്ങിനും പൊല്യൂഷനും എനിക്ക് തന്നെ ഒരു ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പോഴും ക്യാഷ് എൻ്റെ പോക്കറ്റിൽ തന്നെയാണ്. ഇത്രയും റിസ്ക് എടുത്ത് ഞാനൊരു EV കാർ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ മേടിക്കുന്നതിനെക്കാട്ടിയും എത്രയോ ഫാർ ബെറ്ററാണ് ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡീസൽ ഓർ പെട്രോൾ ഏതെങ്കിലും ഒരു കാർ ഞാൻ ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ അടുത്തൊരു 10 ഇയേഴ്സിലേക്ക് ഞാനൊരു അസറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കുന്നതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു സ്റ്റഡിയിലൂടെ മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ എൻ്റെ വൈഫിന് കൊടുത്ത അഡ്വൈസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ ടെക്നോളജീസ് മറ്റു കാര്യങ്ങൾ ഈ എൻ്റെ സ്റ്റഡി വെച്ച് നോക്കുമ്പോൾ റിസ്ക് ഓഫ് ഫാക്ടറുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഡ്രൈവിംഗ് റിസ്ക് ഫാക്ടർ, ഫ്യൂവൽ റിസ്ക് ഫാക്ടർ, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അടുത്തൊരു 10 വർഷത്തേക്ക് EVയിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ ഇറങ്ങിത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കതിനോളം വലിയ പ്രോഫിറ്റുകളൊന്നും അതിനകത്ത് കിട്ടുന്നില്ല. ഈ ബ്രാൻഡുകൾ, മാനുഫാക്ചേഴ്സ് അടുത്തൊരു 10 വർഷം അവരുടെ വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കി, ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് ഇതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇവർ പറയുന്ന ഒരു റേഞ്ച് നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടണം. ഇപ്പോഴും പറയുന്ന പല വാഹനങ്ങൾ EV വാഹനങ്ങൾ പറയുന്ന റേഞ്ചിൻ്റെ പകുതിയെ കിട്ടുന്നുള്ളൂ. അത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം സാധാരണക്കാരൻ EV വാഹനങ്ങളിലേക്ക് തിരിഞ്ഞാൽ മതി. ബദൽ ഈ പറയുന്ന പോലെ നിങ്ങളൊരു പരിസര സ്നേഹിയാണ്, നിങ്ങളൊരു നാച്ചുറൽ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു വൃക്ഷം ഒരു മാസം നട്ടാൽ പോലും
നിങ്ങൾ മുടക്കുന്ന പൈസ നിങ്ങൾക്ക് അടുത്തൊരു 10 വർഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലിട്ട് നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇത്രയും റിസ്ക് നിങ്ങളുടെ മെൻ്റൽ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ട്രാവലിങ്ങിലെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാം. ടോട്ടൽ റിസ്ക് നമുക്ക് ഒഴിവാക്കാം. സോ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അഡ്വൈസായിട്ട് കൊടുത്തത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് പ്രീ പ്ലാൻ ചെയ്തൊന്ന് സ്റ്റഡി ചെയ്തിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും പൈസ നമുക്ക് വേസ്റ്റ് ആകത്തില്ലായിരുന്നു. നമ്മൾ തമ്മിലുണ്ടായിരുന്ന ഇത്രയും നാളത്തെ ഒരു ഈഗോ പ്രശ്നം, പരിഭവം, പരാതികൾ, കുറേ നാൾ മിണ്ടാതിരുന്നത്, ഇതെല്ലാം ഒഴിവായാൽ. അപ്പം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തെ ഒരു അഡ്വൈസ്. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ EV അങ്ങോട്ട് എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ അത്ര റെക്കമെൻഡഡ് അല്ല എന്നുള്ളതാണ്. സോ താങ്ക്സ് ടു ഓൾ. എൻ്റെ ചെറിയൊരു കഥ കേട്ടതിനും EV ആൻഡ് പെട്രോൾ കാറുകളുടെ ഒരു കമ്പാരിസൺ നിങ്ങൾ ഇതിലൂടെ കണ്ടതിനും ഒത്തിരി താങ്ക്സ്. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ട് നമുക്ക് കാണാം.